ഹായ് ഫ്രണ്ട്സ്, സൗമ്യ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യത്തെ ലോങ് വീഡിയോയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ചൂരയുടെ തലക്കറി എളുപ്പത്തിൽ തേങ്ങ അരച്ച് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? നിങ്ങളും കൂടെ കൂടണേ. ആദ്യം നമുക്ക് ഉരുളി അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ഉരുളി ചൂടായതിനു ശേഷം അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. അയ്യോ സോറി ട്ടോ, ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നു. സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, ആവശ്യത്തിന് തേങ്ങയും മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, പുളി, ഇഞ്ചി എന്നിവ ചേർത്ത് അരച്ച അരപ്പുമാണ് ചേരുവകൾ. കടുക് പൊട്ടി വരുന്നത് കാണാൻ നല്ല രസമാണല്ലേ? കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് കറിവേപ്പിലയും സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കി കൊടുക്കാം. ചൂരയുടെ തല കഴുകി വെച്ചതാണ് ഇത്. ആവശ്യത്തിന് വെള്ളം അരപ്പിൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ അടച്ചു വെച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഇതിനാവശ്യമായ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പണംപുളിയും 1-2 പണംപുളിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് മീനിന്റെ തലയും മുള്ളും ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിൽ നന്നായിട്ട് മുങ്ങി നിൽക്കണം. നന്നായിട്ടത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ അത് ഇളക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് അടപ്പ് അടച്ചു വെച്ച് അത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക്
തല തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം ഉപ്പും എല്ലാം പാകമാണോ എന്ന് നമുക്ക് നോക്കാം. അത് നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മരിച്ചിനിയും തലക്കറിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും താങ്ക് യു.